ഓക്കെ, ഒരു 3 months മുന്നേ സഞ്ജു ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ച സമയത്ത് നമ്മളെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അന്ന് നമ്മൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സഞ്ജു അങ്ങനെ ആദ്യമായിട്ട് സഞ്ജുവിൻ്റെ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നു. ഫസ്റ്റ് മാച്ച് എന്തായാലും കളിക്കും. സഞ്ജുവിനെ സെലക്ട് ചെയ്തത് മേജർ വിക്കറ്റ് കീപ്പറായിട്ടാണ്. ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ടാണ്. സെക്കൻഡ് ചോയ്സായിട്ട് ഇഷാൻ കിഷൻ. പക്ഷേ അതിനിടയിൽ വന്ന ന്യൂസിലാൻഡ് സീരീസ് കാര്യങ്ങളൊക്കെ മാറ്റി. സഞ്ജു പാത്തറ്റിക്കലി ഫെയിലറായിപ്പോയി. കണക്റ്റ് ആവുന്നില്ല, ബാക്ക് ഷോട്ട് കളിക്കുന്നു, ഒരുപാട് ബാക്ക് ഫുട്ടിൽ കളിക്കുന്നു, ഒരേ രീതിയിൽ തന്നെ ഔട്ടാവുന്നു. അങ്ങനെ പല ഭാഗത്തുനിന്നും പുള്ളിക്ക് ക്രിറ്റിസിസം വന്നു. നമ്മൾ തന്നെ ഒരു ടൈമിൽ പറഞ്ഞു ടീമാണ് വലുത്, ഔട്ട് ഓഫ് ഫോമുള്ള സഞ്ജു പുറത്ത് പോകണം, ടീമിന് അതാണ് നല്ലതെന്ന് നമ്മൾ തന്നെ പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേൾഡ് കപ്പ് തുടങ്ങി. അഭിഷേക് ആദ്യത്തെ കളി ഡക്കായിട്ട് പോകുന്നു. അഭിഷേകിന് ടച്ച് കിട്ടുന്നില്ല. അഭിഷേക് വയ്യാതാവുന്നു. ആ സമയത്ത് സഞ്ജു നമ്പീബിക്കെതിരെ കളിക്കുന്നു. എല്ലാവരും പേടിച്ചു സഞ്ജു പെട്ടെന്ന് ഔട്ടാവുന്നു. പക്ഷേ സഞ്ജു പെട്ടെന്ന് തന്നെ ഔട്ടായി. ബട്ട് 22 റൺ 8 ബോൾസിൽ ആണ് അന്ന് സ്കോർ ചെയ്തത്. അന്ന് ഗംഭീർ സഞ്ജുവിനെ അപ്രിഷ്യേറ്റ് ചെയ്തു. ടീമിന് എന്താണ് വേണ്ടത് ഡെലിവറി ചെയ്തു എന്നുള്ളത്. പക്ഷേ പാകിസ്ഥാനായിട്ടുള്ള മാച്ചിൽ അഭിഷേക് തിരിച്ചു വന്നു. സഞ്ജു ടീമിന് പുറത്തുപോയി. അഭിഷേക് വീണ്ടും ഫെയിലറായി. അന്നും ഡക്കിനാണ് ഔട്ടായത്. അത് കഴിഞ്ഞു. അപ്പോൾ ആൾക്കാരിങ്ങനെ പറഞ്ഞു തുടങ്ങി എന്തുകൊണ്ട് സഞ്ജുവിനൊരു അവസരം കൊടുത്തുകൂടാ. ആ സമയത്ത് തന്നെ റിങ്കു സിങ്ങിനും സ്ട്രൈക്ക് റേറ്റിൽ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഇതിൻ്റെ ഇടയിലാണ് കാര്യങ്ങൾ കംപ്ലീറ്റ് മാറി പറഞ്ഞത്. സൂര്യയുടെ ഒരു പ്രസ് കോൺഫറൻസ് വരുന്നു. തിലകും അതിനിടയിൽ ഫോം ഔട്ട് ആവുന്നുണ്ട്. തിലക് റണ്ണേ ബോൾ എന്നുള്ള രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് സൂര്യയുടെ ഈ പ്രസ് കോൺഫറൻസിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, സഞ്ജുവിനെ ടീമിൽ കളിപ്പിക്കുമോ. അപ്പോൾ സൂര്യ വളരെ ഹിലേറിയസ് ആയിട്ട് മറുപടി കൊടുക്കാൻ നോക്കിയിട്ട് കയ്യിൽ നിന്ന് ഒരു അവസരമായിരുന്നു. സൂര്യ പറയുന്നത് തിലകിന് പകരമാണോ അല്ലെങ്കിൽ അഭിഷേകിന് പകരമാണോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ വല്ലാണ്ട് ചെറുതായിപ്പോയ പോലെ എനിക്ക് തോന്നി. അങ്ങനെ സൂര്യ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ധ്വനി അതിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ബീയിങ് സഞ്ജു സാംസൺ വാസ് നോട്ട് ഈസി. സ്വയം പഴിച്ച് മാറി ഇരിക്കുമ്പോഴും എല്ലാം എന്താണ് സഞ്ജുവിൻ്റെ തലയിൽ കൂടെ പോയിട്ടുണ്ടാവുക, മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. സ്റ്റിൽ ഹീസ് എ ചാമ്പ്യൻ. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സഞ്ജു സാംസൺ ഈസ് ബാക്ക്. അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. അങ്ങനെ ഇന്ന് വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് ഇന്ത്യ സൂപ്പർ 8 ലാസ്റ്റ് മാച്ചായിരുന്നു. തോക്കുന്ന ടീം പുറത്തും ജയിക്കുന്ന ടീം പ്രോഗ്രസ് ചെയ്യും സെമി ഫൈനലോട്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സഞ്ജു ആണ് ഓപ്പണിംഗ് ഇറങ്ങുന്നത്. കഴിഞ്ഞ മാച്ച് മുതൽ സഞ്ജു ആണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ. റിങ്കു ടീമിൽ നിന്ന് ഔട്ടായി. ഇപ്പോൾ ടീം ബാലൻസ് ആയി. കഴിഞ്ഞ മാച്ചിൽ സിംബാബ്വെ ആയിട്ടുള്ള മാച്ചിൽ നമുക്കത് മനസ്സിലായതാണ്. സോ സഞ്ജു തിരിച്ച് കഴിഞ്ഞ മാച്ചിൽ വന്നു. ഇതിൽ സഞ്ജു തന്നെ ഓപ്പൺ ചെയ്തു. സോ ടോസ് ഇട്ടു. ഇന്ത്യ ബൗൾ ചെയ്യാൻ ഓപ്റ്റ് ചെയ്തു. അവർ ബാറ്റ് ചെയ്ത് തുടങ്ങി. ബാറ്റ് ചെയ്ത് അവരിങ്ങനെ അവരുടെ ഒരു തനതായ ശൈലിയിലല്ല ബാറ്റ് ചെയ്തത്. അവസാനം ഹോൾഡറും പവലും കൂടെ ഒരു ഫയർ വർക്ക്സ് ഒക്കെ നടത്തിയെങ്കിലും അവർ 196 എന്ന് പറയുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും താഴെയാണ് നിന്നിരുന്നത്. പക്ഷെ അപ്പോഴും ഇന്ത്യ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ചേസ് ചെയ്ത് 173 ആണ്. സോ അതിനപ്പുറത്തേക്ക് ഇന്ത്യ 2014 സോ അതിനപ്പുറത്തേക്ക് ഒരു സ്കോറായ 97 എത്തുക എന്നുള്ളത് നമുക്കെല്ലാം ഒരു പേടി ഉണ്ടായിരുന്നു. സോ അവിടെ ഓപ്പണിങ്ങിന് വേണ്ടി ഇറങ്ങിയത് സഞ്ജുവും അഭിഷേകുമാണ്. അഭിഷേക് ടെൻസ്ഡ് ആയിരുന്നു. സഞ്ജു പതിയെ ഒരു 6 ഒക്കെ അടിച്ച് മുന്നോട്ട് പോയി തുടങ്ങി, അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അഭിഷേക് കഴിഞ്ഞ മത്സരത്തിലും അങ്ങനെയായിരുന്നു. അഭിഷേക് ഒന്ന് ടച്ച് ആവാൻ വേണ്ടി സഞ്ജു ഹെൽപ്പ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അഭിഷേക് 10 റൺസ് എടുത്തുള്ളൂ. അഭിഷേക് ഔട്ടായി. ഇഷാൻ കിഷൻ വരുന്നു. ഇഷാൻ കിഷനും വലിയ കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാതെ ഇഷാനും പോയി. സഞ്ജു അവിടെ തന്നെ നിന്നു. സഞ്ജു ഈസ് ലൈക്ക് ഞാൻ ടിൽ ദ എൻഡ്, ഞാൻ ഈ തീരത്ത് ഈ കപ്പലടിപ്പിച്ചിട്ടേ പോവുള്ളൂ എന്നൊരു ഡിറ്റർമിനേഷൻ തുടക്കം മുതലേ കാണാം. ഒരിക്കൽ പോലും ഒരു ഹാഫ് ചാൻസ് പോലും ഈ പ്രൊലോങ്ഡ് ഇന്നിങ്സിൽ ഉണ്ടായിട്ടില്ല. 97 ഫ്രം 50 ബോൾസ്. ഈ 97 റൺസിൽ ഒരിക്കൽ പോലും ഒരു ഹാഫ് ചാൻസ് പോലും വെസ്റ്റ് ഇൻഡീസ് പ്ലേയേഴ്സിന് കിട്ടിയിട്ടില്ല. പ്യൂർ ഡോമിനേഷൻ. എങ്ങനെയാണ് അതിനെ സെഞ്ചുറി അടിച്ചില്ല എന്ന് പറയുന്നത് നിരാശയാണെങ്കിൽ പോലും അതിനേക്കാൾ എത്രയോ മികച്ച, എത്രയോ
ഗംഭീരമായൊരു ഇന്നിങ്സ്. ത്രൂ ഔട്ട് 20 ഓവേഴ്സ് കളിക്കുക, സിറ്റുവേഷൻ അനുസരിച്ച് ആക്സിലറേറ്റ് ചെയ്യുക. 50 എടുത്തതിന് ശേഷം പുള്ളി സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ബോളൊന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്ത ബോൾ പുള്ളി സിംഗിളിട്ട് സ്ട്രൈക്ക് മാറുന്നുണ്ട്. വെരി മെച്ചുവേർഡ്. എന്തൊക്കെയോ കളിയിൽ വരുത്തിയ ഓൾട്രേഷൻ, അല്ലെങ്കിൽ ഞാൻ അവസാനം വരെ നിൽക്കണം എന്നുള്ള ഡിറ്റർമിനേഷൻ തന്നെയാണ് ത്രൂ ഔട്ട് ആ ഇന്നിങ്സ് കാണാൻ പറ്റിയത്. ഇഷാൻ പോയതിനു ശേഷം സൂര്യ വരുന്നു. സൂര്യ വന്ന് സഞ്ജുവിൻ്റെ കൂടെ നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ സൂര്യ ഔട്ടാവുന്നു. അത് കഴിഞ്ഞ് തിലക് വരുന്നു. അത് കഴിഞ്ഞ് തിലക് വന്നിട്ട് അതേപോലെ തന്നെ എന്താണ് സൂര്യ ചെയ്തത് അതേപോലെ തന്നെ സഞ്ജുവിൻ്റെ കൂടെ കളിക്കുന്നു. ഭയങ്കര ടീം നല്ല ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിലക് ഔട്ടാവുന്നു. പിന്നെ ഹർദിക് വന്നു, ത്രൂ ഔട്ട് ഇങ്ങനെ കൊണ്ടുപോയി. ലാസ്റ്റ് ഹർദിക്കും ഏകദേശം സേഫായ ഒരവസ്ഥയിൽ ഹർദിക്കും വീഴുന്നു. പിന്നെ ശിവൻ ദൂബെയും നമ്മുടെ സഞ്ജുവും കൂടെ നിന്ന് ഫിനിഷ് ചെയ്യുന്നു. വെരി ഹാപ്പി ഫോർ ഹിം. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ന്യൂസിലൻഡ് സീരീസിൽ നമ്മുടെ നാട്ടിൽ വെച്ച് 6 റൺസിന് ഔട്ടാകുമ്പോൾ 5th ടൈം സഞ്ജു ഫെയിലാകുമ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു ഓക്കെ ദിസ് ഈസ് ദ എൻഡ്. പുള്ളിയുടെ വേൾഡ് കപ്പ് ക്യാമ്പയിനിൽ വീണ്ടും ബെഞ്ചിലിരിക്കാൻ ഒരു വേൾഡ് കപ്പ് ഫുൾ ബെഞ്ചിലിരുന്ന ആളാണ്. സോ വീണ്ടും ബെഞ്ചിലിരിക്കാനാണ് പോകുന്നതെന്ന് നമുക്ക് തോന്നി. പിന്നെ ഇനി ആർക്കെങ്കിലും പരിക്കോ അസുഖമൊക്കെ വരുമ്പോഴേ മാത്രമേ ഇട്ടുള്ളൂ എന്നുള്ള വിചാരിച്ച സ്ഥലത്ത് നിന്ന് എന്താണിപ്പോൾ എന്താണ് അവസ്ഥ? വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ഞാൻ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ഇന്ത്യക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ച ടീമാണ് വെസ്റ്റ് ഇൻഡീസ്. അവർക്കെതിരെ മുന്നിൽ നിന്ന് നയിച്ച് സെഞ്ചുറിയോളം വിലപ്പെട്ടൊരു 97 റൺസ് നേടി നമ്മളെ സെമി ഫൈനലിലേക്ക് ഇങ്ങനെ മുന്നിൽ നിന്ന് നയിച്ച് കൊണ്ടുപോയ സഞ്ജു, തൊട്ടതെല്ലാം പൊന്നാക്കിയ സഞ്ജു സാംസൺ. മോനെ, നിൻ്റെ ആളെ ദിവസം നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. നിന്നെ തള്ളിപ്പറഞ്ഞ മീഡിയാസും ഇവിടെയുള്ള ഓൺലൈൻ കോച്ചസ്മാരും എല്ലാവരും ഇന്നൊരു ദിവസം നിൻ്റെ പേരുകളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ നമുക്കതെല്ലാം കാണാം. സോ ഈ സമയത്ത് ഒരു വാൽകഷ്ണമുണ്ട്. എൻ്റെ ഫ്രണ്ട് എനിക്കന്ന് സഞ്ജു 6 റണ്ണെടുത്ത് കാര്യവട്ടത്തുനിന്ന് ഔട്ടായി. ഇഷാൻ കിഷൻ കീപ്പിംഗ് ഗ്ലൗസ് ഇഷാൻ കിഷൻ ഇട്ട് കീപ്പ് ചെയ്യാൻ വരുമ്പോൾ അവൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. സച്ചിന് ശേഷം സ്വന്തം ഗ്രൗണ്ടിൽ ലാസ്റ്റ് കളി കളിക്കാൻ പോകുന്ന ചിലപ്പം സാംസൺ ആയിരിക്കാം, ആ ഭാഗ്യം സഞ്ജു സാംസൺ ആയിരിക്കാം എന്നുള്ളത്. അതേ ഫ്രണ്ട് അവൻ സഞ്ജു സാംസൺ ഫാൻ തന്നെയാണ്. ബട്ട് നിരാശ കൊണ്ടാവാം അവൻ അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടു. പക്ഷേ ഇന്ന് ഈ കളി ജയിച്ച് സഞ്ജു തിരിച്ച് നടക്കുമ്പോൾ എൻ്റെ ഫോൺ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഞാനെടുത്ത് നോക്കി, അവൻ്റെ മെസ്സേജാണ്. ദ മെസ്സേജ് വാസ് സഞ്ജു ഡാർലിംഗ് സാംസൺ.